ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ജനറൽ റീജിയൻ്റെ അകത്തെ പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി വോളിയം ഓഫ് ദി പ്രിസം. ഫൈൻഡ് ദി വോളിയം ഓഫ് ദി പ്രിസം. Find the volume of the prism whose base is the triangle in the xy plane. Whose base is the triangle in the xy plane. Whose base is the triangle in the xy plane bounded by the x-axis. Bounded by the x-axis. Bounded by the x-axis and the lines y equal to x and x equal to 1. Find the volume of the prism whose base is the triangle in the xy plane bounded by the x-axis and the lines y equal to x and x equal to 1 and x equal to 1 and whose top lies in the plane and whose top lies in the plane z is equal to f of xy equal to 3 minus x minus y. Find the volume of the prism whose base is the triangle in the xy plane bounded by the x-axis and the lines y equal to x and x equal to 1 and whose top lies in the plane z is equal to f of xy equal to 3 minus x minus y. അപ്പോൾ നമ്മൾക്ക് വോളിയം കാണാൻ വേണ്ടിയുള്ള ഫോർമുല നമ്മൾ റെക്റ്റാങ്കുലർ റീജിയനിൽ കണ്ടതാണ്. റെക്റ്റാങ്കുലർ റീജിയനിൽ നമ്മൾ കണ്ടു, നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ചെയ്യും, അല്ലെങ്കിൽ ഡി എക്സ് ഡി വൈക്ക് നമുക്ക് ജനറലി ഡി എ എന്നും പറയാവേ. ഡി എക്സ് ഡി വൈ ഒരുമിച്ച് നമുക്ക് ഡി എ എന്ന് പറയാൻ പറ്റും. അപ്പം ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ ആണ് വോളിയം കാണാനുള്ള ഫോർമുല. നമ്മളത് കഴിഞ്ഞ സെക്ഷനിൽ കണ്ടതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇസഡ് തന്നിട്ടുണ്ട്. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് വൈ വോളിയം കാണാൻ വേണ്ടി. വോളിയത്തിൻ്റെ ഫോർമുല വേണം നമുക്ക് ആദ്യം എഴുതാം. വോളിയം ഇസ് ഈക്വൽ ടു, അത് ആദ്യം എഴുതാം. വോളിയം ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ എക്സ് ആണോ വൈ ആണോ എന്നുള്ളത് പ്രശ്നമല്ല. നമ്മൾ ജനറലി റീജിയനിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഡി എ എന്ന് പറയുമ്പോൾ ഡി എക്സും ഡി വൈയും അവിടെ വരും. വോളിയത്തിൻ്റെ ഫോർമുല നമ്മൾ എഴുതി. ഇനി നമുക്ക് ഈ പ്രിസത്തിൻ്റെ ബേസ് വെച്ചിട്ട്, പ്രിസത്തിൻ്റെ ബേസ് ഒരു ട്രയാങ്കുലർ റീജിയൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വോളിയത്തിൻ്റെ ഫോർമുല നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എന്ന് എഴുതി. ഇനി നമുക്ക് ഒരു ഫിഗർ വരച്ചിട്ട് ഇതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാം. ഫൈൻഡ് ദ ഹൂസ് ബേസ് ഈസ് ദ ട്രയാങ്കിൾ ഇൻ ദ എക്സ് വൈ പ്ലെയിൻ. Triangle in the xy plane bounded by the x-axis and the line y equal to x. y equal to x എന്നുള്ളത് ഈ ലൈനാണ്. y equal to x, x equal to 1. ഇത് x equal to 1. അപ്പോൾ ഈ പോയിന്റ് എന്തായിരിക്കും? 1 എന്നുള്ള പോയിന്റ് ആയിരിക്കും അല്ലേ. അപ്പം ബൗണ്ടഡ് ബൈ ദ x-axis. x-axis എന്ന് പറയുന്നത് നമ്മുടെ y equal to 0. x-axis y equal to x and x equal to 1 എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ നോട്ടിൽ ചെയ്യുമ്പം ലൈറ്റായിട്ട് പെൻസിൽ കൊണ്ട് ഈ ഒരു ട്രയാങ്കിൾ ഷെയ്ഡ് ചെയ്യണേ, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. ഞാൻ ഇതായതുകൊണ്ടാണ് ഷെയ്ഡ് ചെയ്യാത്തത്. അപ്പോൾ ഷെയ്ഡ് ചെയ്തിട്ട് ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ പേന ഉണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഒരു ബ്ലൂ പെന്നോ ഒരു റെഡ് പെന്നോ എല്ലാം എടുത്തിട്ട്, അതായത് നമ്മൾ വരയ്ക്കുന്ന നമ്മൾ പെൻസിൽ കൊണ്ടാണ് റീജിയൻ വരച്ചതെങ്കിൽ പ്രശ്നമില്ല. അതിൽ ഏതെങ്കിലും വേറൊരു കളർ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ റീജിയൻ്റെ അകത്തൂടെ ഒരു ലൈൻ വരയ്ക്കണം. അത് നമുക്ക് റീജിയൻ അകത്തൂടെ ഒരു ലൈൻ വരച്ചാലല്ലേ നമുക്ക് ഏതാണ് നമ്മുടെ ലൈൻ വൈഡ് റേഞ്ച് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ y ഈക്വൽ ടു എക്സും y ഈക്വൽ ടു 0 എക്സ് ഈക്വൽ ടു 1, അതായത് ബൗണ്ടിങ് കർവുകളെല്ലാം മാർക്ക് ചെയ്തു. ഇതൊന്ന് ലൈറ്റായിട്ട്, ഈ ഒരു പോർഷൻ ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യുക. പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്താൽ മതി, പേന വെച്ച് ഷെയ്ഡ് ചെയ്യല്ലേ. റീജിയൻ ഷെയ്ഡ് ചെയ്യുക. ഓക്കെ. ഇനി നമ്മൾ എന്താ, വൈക്ക് വേരിയബിൾ ലിമിറ്റാണ് നമ്മൾ കാണുന്നതെന്ന് വിചാരിക്കുക. വൈക്കാണ് വേരിയബിൾ ലിമിറ്റ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വൈ ആക്സിന് പാരലായിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കണം. അപ്പം നമ്മളിങ്ങനെ ഒരു ലൈൻ വരച്ചു, വെർട്ടിക്കൽ ലൈൻ വരയ്ക്കണം. അത് റീജിയനിൽ എൻ്റർ ചെയ്യുന്ന പോയിൻറ്റും ലീവ് ചെയ്യുന്ന പോയിൻറ്റും എന്താണ്, അത് നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യണേ. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു പെൻസിൽ വെച്ചിട്ടാണ് മാർക്ക് ചെയ്തതെങ്കിൽ
ഈ ലൈന് ഒരു റെഡ് പെൻ വെച്ചിട്ടോ ഒരു ഗ്രീൻ പെൻ വെച്ചിട്ടോ വരയ്ക്കുക. കാരണം നമ്മുടെ റീജിയണും അതും എല്ലാം കൂടെ മാറിപ്പോകരുത്, എല്ലാ ലൈനുകളും കൂടെ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു കളർ പേന വെച്ചിട്ട്, പറ്റുന്നവർ റെഡ് തന്നെ വെച്ച് യൂസ് ചെയ്യുക, റെഡ് ഇല്ലാത്തവർ ഗ്രീനോ ബ്ലൂവോ വല്ലതും യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു റെഡ് ലൈൻ വെച്ചിട്ട്, ഇതിപ്പോൾ റെഡ് ഉള്ളവർ റെഡ് വെച്ചിട്ട് ഈ ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ട്, എന്നിട്ട് റെഡ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിൻ്റ് ഇങ്ങനെ ഒന്ന് ഷാർപ്പൻ ചെയ്യുക, ഒരു ഡോട്ട് അങ്ങനെ ഷാർപ്പൻ ചെയ്യുക. കിട്ടിയോ? റെഡ് ലൈൻ വെച്ച് വരച്ചിട്ട് ഈ പോയിൻറ്റും ഒന്ന് ആ ഡോട്ടൊന്ന് വളരെ ഷാർപ്പ് ചെയ്യുക. ഇവിടുത്തെ വൈയുടെ വാല്യൂ 0, ഇവിടുത്തെ വൈയുടെ വാല്യൂ എക്സ്. ഹിയർ വൈ വേരീസ് ഫ്രം 0 to x എന്ന് പറയാമല്ലോ. വെർട്ടിക്കൽ ലൈൻ എൻറ്റേഴ്സ് അറ്റ് y ഈക്വൽ ടു 0 ആൻഡ് ലീവ്സ് അറ്റ് y ഈക്വൽ ടു എക്സ്. നമ്മൾ വെർട്ടിക്കൽ ലൈൻ റീജിയൻ്റെ അകത്തോട്ട് വരച്ചാൽ അത് y ഈക്വൽ ടു 0യിൽ എൻ്റർ ചെയ്തിട്ട് y ഈക്വൽ ടു എക്സിൽ ലീവ് ചെയ്യുക. ഇനി എക്സിൻ്റെ ലിമിറ്റ് കാണാൻ വേണ്ടി, എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുമ്പം ഈ റീജിയൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇവിടെയല്ലേ, റീജിയൻ്റെ ലെഫ്റ്റ് മോസ്റ്റ്, നമ്മൾ ഷെയ്ഡ് ചെയ്തേക്കുന്നതിൻ്റെ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് പോർഷൻ, അതായത് നമ്മൾ ഈ ലൈനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. നമ്മൾ വരച്ച വെർട്ടിക്കൽ ലൈനെ ലെഫ്റ്റ് മോസ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പം ഈ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഈക്വൽ ടു 0. റൈറ്റ് മോസ്റ്റിലോട്ട് നമ്മളിങ്ങനെ മൂവ് ചെയ്താൽ ഈ ലൈനെ നമ്മൾ റൈറ്റ് മോസ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പം കിട്ടുന്നത് എന്താ? ഈ ഒരു ലൈനാണ്, അവിടെ എക്സ് ഈക്വൽ ടു 1. അപ്പം നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ റെഡ് വെച്ചിട്ടാണ് വരച്ചതെങ്കിൽ ഈ ഒരു ലൈനും ഗ്രീൻ വെച്ചിട്ട് വരയ്ക്കാൻ നോക്കുക. നമ്മൾ ഇത് റെഡ് വെച്ചിട്ട് വരച്ചാൽ ഈ ലൈൻ റെഡ് വെച്ചിട്ട് വരച്ചു, ഇത് നിങ്ങൾ ഗ്രീനോ ബ്ലൂ, ഈ രണ്ട് ലൈനും, ഈ രണ്ടിനും ഒരു കളർ മതി, കാരണം അത് നമ്മുടെ എക്സിൻ്റെ റേഞ്ച് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ രണ്ട് വെർട്ടിക്കൽ ലൈനിനെ നമ്മൾ ഒന്നെങ്കിൽ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ റെഡാണ് യൂസ് ചെയ്തേക്കുന്നത്, ഇവിടെ രണ്ടും ബ്ലാക്ക് യൂസ് ചെയ്യാം. അതായത് ഈ യൂസ് ചെയ്യാത്ത വേറൊരു കളർ, ഇത് നമ്മൾ വൈയുടെ ലിമിറ്റ് കാണാൻ വേണ്ടി യൂസ് ചെയ്ത ലൈൻ. അവിടെ വൈയുടെ വാല്യൂസ് വെച്ചിട്ട് വൈയുടെ റേഞ്ച് കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ ലെഫ്റ്റ് മോസ്റ്റിലും റൈറ്റ് മോസ്റ്റിലും ഇതേ വെർട്ടിക്കൽ ലൈൻ വരച്ചു. അപ്പോൾ ഈ വെർട്ടിക്കൽ ലൈന്, ഈ രണ്ട് വെർട്ടിക്കൽ ലൈന് ഒരു കളറും ഇതിന് വേറൊരു കളറും മാർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമുണ്ട്. എക്സ് വേരീസ് ഫ്രം 0 to 1 എന്ന് കിട്ടിയാലേ, എക്സ് ഇവിടെ 0, ഇവിടെ എക്സ് ഈക്വൽ ടു 1. ദെർഫോർ വോളിയം ഇസ് ഈക്വൽ ടു, നമ്മൾ കോൺസ്റ്റൻ്റ് ലിമിറ്റ് കൊടുത്തത് എക്സിനാണ്, അപ്പോൾ അത് വേണം പുറത്ത് വരാൻ. അകത്ത് വേരിയബിൾ ലിമിറ്റ് 0 to x, എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. ആദ്യം വൈയുടെ അല്ലേ വരുന്നത്, 0 to x എന്ന് പറയുന്നത് വൈയുടെ ലിമിറ്റാണ്. എക്സ് കണ്ടുകൊണ്ട് ഡി എക്സ് എഴുതരുത്, 0 to x എന്ന് പറയുന്നത് വൈയുടെ ലിമിറ്റാണ്. വൈയുടെ വേരിയബിൾ ലിമിറ്റ് വരുമ്പം അത് എക്സിൻ്റെ ടേംസിലും, എക്സിൻ്റെ വേരിയബിൾ ലിമിറ്റ് വരുമ്പോൾ അത് വൈയുടെ ടേംസിലേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 0 to x എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ് എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 0 to x എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 3 - x - y. ആദ്യം y വെച്ചിട്ട് പിന്നെ x വെച്ചിട്ട്, ഇതാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മളിപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഇപ്പോൾ ഈ ടൈപ്പ് ചെയ്തതായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പം ഇൻ്റഗ്രൽ 0 to 1 ആദ്യം y വെച്ച് ചെയ്യുമ്പം 3y, എക്സിനെ ചെയ്യുമ്പം xy മൈനസ് y²/2, റേഞ്ച് 0 to x dx. വൈക്ക് വേണം നമ്മൾ ലിമിറ്റ് കൊടുക്കാൻ, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 വൈക്ക് കൊടുക്കുമ്പോൾ എക്സ് മൈനസ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് x²/2. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം y എല്ലാം 0 ആയതുകൊണ്ട് അത് 0 dx എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 3x മൈനസ് x² മൈനസ് x²/2. നമുക്കത് -1 ഉം -1/2 എന്ന് പറയുമ്പം -3/2 x² എന്ന് വരും, -3/2 x². ഇതിനെ നമുക്ക് എക്സ് വെച്ച് ചെയ്യണം. അപ്പം 3x²/2 -3/2 ഇൻറ്റു x³ റേഞ്ച് 0 to 1 വരും. ഇവിടെ 3യും 3യും ക്യാൻസൽ ചെയ്ത് പോകും. 3/2 -1/2. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0യും 0യും ആണ്.
അപ്പോൾ ആൻസർ 2/2 = 1 എന്ന് വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നമ്മൾ റീജിയൻ വരച്ചു, ഇങ്ങനെയൊരു ട്രയാങ്കിൾ ആയിരുന്നു. റീജിയൻ്റെ അകത്തുകൂടെ നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. ആ വെർട്ടിക്കൽ ലൈൻ എൻട്രി ചെയ്യുന്ന പോയിന്റും ലീവ് ചെയ്യുന്ന പോയിന്റും നമ്മൾ ഒരു ഡോട്ടിട്ട് മാർക്ക് ചെയ്തു. അവിടുത്തെ വൈയുടെ വാല്യൂ ആയിരിക്കും വൈയുടെ ലിമിറ്റ്. പിന്നെ റീജിയൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് പോർഷൻ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ കൂടെ പോകുന്ന ലൈൻ. പിന്നെയുള്ള റൈറ്റ് മോസ്റ്റ് പോർഷൻ ഓൾറെഡി ആ ഒരു ട്രയാങ്കിളിൻ്റെ ലൈൻ തന്നെയാണ്, അത് നമ്മൾ വരയ്ക്കുക. അവിടുത്തെ എക്സിൻ്റെ വാല്യൂ ആയിരിക്കും നമ്മുടെ എക്സിൻ്റെ റേഞ്ച് ആയിട്ട് വരുന്നത്. ഇനി ഈ സെയിം പ്രോബ്ലം തന്നെ എക്സാമിന് ചെയ്യേണ്ട, ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞു തരുന്നതെന്നുള്ളതേ ഉള്ളൂ. ഈ സെയിം പോയിന്റ് തന്നെ, ഈ സെയിം പ്രോബ്ലം തന്നെ നമുക്ക് എക്സിന് വേരിയബിൾ ലിമിറ്റ് കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫിഗർ ഒന്നും കൂടെ അല്ലെങ്കിൽ എക്സിന് വേരിയബിൾ ലിമിറ്റ് ഒരേ പ്രോബ്ലം തന്നെ രണ്ട് രീതിയിലും ചെയ്യാം എന്ന് കാണിക്കുന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ഫിഗർ ഒന്നും കൂടെ വരയ്ക്കാം. y = x, x = 1, x = 1, y = x. ഈ പോയിന്റ് 1, 1 എന്നുള്ള പോയിൻ്റാണ്. ഇത് y = 0. ഇത് എന്നിട്ട് ഈ റീജിയൻ ഒന്ന് ഷെയ്ഡ് ചെയ്യാം. റീജിയൻ ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ട് ഒരു ലൈൻ നമ്മൾ എക്സിനാണ് റേഞ്ച് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? എക്സിന് റേഞ്ച് കൊടുക്കുമ്പോൾ നമ്മൾ എക്സ് ആക്സിന് പാരലായിട്ടൊരു ലൈൻ വരയ്ക്കണം അല്ലേ? എക്സ് ആക്സിന് പാരലായിട്ട്. അപ്പോൾ നിങ്ങൾ റീജിയൻ ഷെയ്ഡ് ചെയ്തിട്ട് ഇത് റെഡ് ലൈനിൽ വരയ്ക്കുക, ഇത് റെഡ് കളറിലോ ഗ്രീൻ കളറിലോ വരയ്ക്കുക. ഇങ്ങനെയൊരു ലൈൻ നമ്മൾ വരച്ചു. റീജിയൻ ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യണേ. ഈ നമ്മൾ റീജിയൻ എപ്പോഴും ഷെയ്ഡ് ചെയ്യണം, കാരണം പല കേസിലും രണ്ട് സൈഡിലും റീജിയൻ നമുക്കൊരു സംശയം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ റീജിയൻ ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഷെയ്ഡ് ചെയ്യുക. ട്രയാങ്കിൾ ഷെയ്ഡ് ചെയ്തിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഹൊറിസോണ്ടൽ ലൈൻ നമ്മളിങ്ങനെ വരച്ചു. ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് ഹൊറിസോണ്ടൽ ലൈൻ റീജിയനിൽ എൻട്രി ചെയ്യുന്ന ആ പോയിന്റും ലീവ് ചെയ്യുന്ന ഈ പോയിന്റും, അപ്പോൾ എൻട്രി ചെയ്യുന്നത് ഇവിടെ, ലീവ് ചെയ്യുന്നത് ഇവിടെ, ഈ രണ്ട് പോയിന്റുകളെ ജസ്റ്റ് ഒന്ന്, ഈ പോയിന്റും ഒന്ന്, അത് റെഡ് കളറിൽ തന്നെ നമ്മൾ ആ ലൈനിൻ്റെ അകത്ത് തന്നെ ഇതിനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ആ ഡോട്ട് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ y, ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ 1. therefore എക്സ് വേരീസ് ഫ്രം y to 1 എന്ന് പറയാം. എക്സിനാണ് നമ്മളിവിടെ ലിമിറ്റ് കൊടുക്കുന്നത്. ഹൊറിസോണ്ടൽ ലൈൻ വരച്ചേക്കുമല്ലേ, അപ്പോൾ അവിടെ എക്സിൻ്റെ വാല്യൂ y, ഇവിടെ എക്സിൻ്റെ വാല്യൂ 1. therefore എക്സ് വേരീസ് ഫ്രം y to 1. ഇനി നമുക്ക് വൈയുടെ ലിമിറ്റ് വേണം. വൈയുടെ ലിമിറ്റ് കിട്ടാൻ വേണ്ടി എന്താ, നമ്മൾ ഈ ലൈനെ ഏറ്റവും ബോട്ടം മോസ്റ്റ്, ഈ റീജിയൻ്റെ ബോട്ടം മോസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അത് y = 0. ഇനി ഇതിൻ്റെ ടോപ്പ് മോസ്റ്റ് പോർഷൻ, അപ്പോൾ റീജിയൻ എവിടം വരെയുണ്ട്? റീജിയൻ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇവിടം വരെയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെയല്ലേ. അപ്പോൾ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഇവിടെ വൈയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ y വേരീസ് ഫ്രം 0 to 1 എന്ന് കിട്ടി. therefore വോളിയം is equal to 0 to 1, y to 1, 3 - x - y. അപ്പോൾ വൈക്കാണ് എക്സിനാണ് വേരിയബിൾ ലിമിറ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ dx dy വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1, ആദ്യം എക്സ് വെച്ചിട്ട് 3x - x²/2 -xy, റേഞ്ച് y തൊട്ട് 1 വരെ dy. അപ്പർ ലിമിറ്റ് 1, എക്സിനാണ് ലിമിറ്റ് കൊടുക്കുന്നതെന്നുള്ളത് ഓർത്തോണം. ഇൻ്റഗ്രൽ 0 to 1, 3 - 1/2 -y. ഇത് അപ്പർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് ഇവിടെ 0 അല്ലാത്തതുകൊണ്ട് y കൊടുക്കണം. അപ്പം 3y - y²/2 -y into y dy എന്ന് വരും. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം ഇൻ്റഗ്രൽ 0 to 1, 3 - 1/2 എന്ന് പറയുമ്പം 5/2 y മൈനസ് ഇവിടെ 3y - y²/2 -y². അപ്പോൾ അത് 3y²/2. അപ്പോൾ നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1, 5/2 - y -3y. ഇവിടെ -y²/2 -y² കൂടെ വരുമ്പോൾ -3/2 y². അപ്പോൾ ഇവിടെ മൈനസ് വരുമ്പം +3/2 y². ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2, 5/2 - 4y
പ്ലസ് 3/2 വൈ സ്ക്വയർ ഡി വൈ. ഇവിടെയും ഡി വൈ ഉണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് ചെയ്യണം 5/2y മൈനസ് 4y സ്ക്വയർ ബൈ 2 പ്ലസ് 3/2y³ റേഞ്ച് 0 to 1. അപ്പം നമുക്ക് 5/2 മൈനസ് ഇവിടെ 2 ഉള്ളൂ പ്ലസ് ഈ 3യും 3യും പോയി 1/2. ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ 5/2 പ്ലസ് 1/2 എന്ന് പറയുമ്പോൾ 6/2 3 മൈനസ് 2 ആൻസർ 1. മുമ്പേ നമുക്ക് ആൻസർ 1 തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇത്രയും ഓർക്കേണ്ട കാര്യമുള്ളൂ. വൈക്കാണ് വേരിയബിൾ ലിമിറ്റ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ വൈ ആക്സിന് പാരലായിട്ടൊരു ലൈൻ വരച്ചു. അത് റീജിയനിൽ എൻ്റർ ചെയ്യുന്ന പോയിന്റിലെ വൈയുടെ വാല്യൂ, ലീവ് ചെയ്യുന്നിടത്തെ വൈയുടെ വാല്യൂ ആയിരിക്കും വൈയുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് അതേ വെർട്ടിക്കൽ ലൈൻ നമ്മൾ റീജിയൻ്റെ ലെഫ്റ്റ് മോസ്റ്റിലോട്ടും റൈറ്റ് മോസ്റ്റിലോട്ടും മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും എക്സിൻ്റെ ലിമിറ്റ്. ഇനി എക്സിനാണ് വേരിയബിൾ ലിമിറ്റ് കൊടുക്കുന്നതെങ്കിൽ നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ആ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ റീജിയനിൽ എൻ്റർ ചെയ്യുന്ന പോയിന്റ് എക്സിൻ്റെ ലിമിറ്റ്, ലീവ് ചെയ്യുന്ന പോയിന്റ് എക്സിൻ്റെ ഔട്ടർ ലിമിറ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഹൊറിസോണ്ടൽ ലൈനിനെ റീജിയൻ്റെ ബോട്ടം മോസ്റ്റിലോട്ടും ടോപ്പ് മോസ്റ്റിലോട്ടും നീക്കുമ്പോൾ കിട്ടുന്ന വൈ വാല്യൂസ് ആയിരിക്കും വൈയുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ sin x by x dA calculate double integral over r sin x by x dA where r is the triangle in the xy plane, where r is the triangle in the xy plane bounded by the x-axis, the line y equal to x and the line x equal to 1, where r is the triangle in the xy plane bounded by the x-axis, the line y equal to x and the line x equal to 1. Where r is the triangle in the xy plane bounded by the x-axis, the line y equal to x and the line x equal to 1. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് sin x by x എന്നുള്ള ഫംഗ്ഷനെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ നോക്കാം. റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു എക്സ്, എക്സ് ഈക്വൽ ടു 1. മുമ്പത്തേത് തന്നെയാണ് അല്ലേ, y ഈക്വൽ ടു എക്സ്, എക്സ് ഈക്വൽ ടു 1, y എക്സ് ആക്സിസ് എന്ന് പറയുന്നത് y ഈക്വൽ ടു 0. അപ്പോൾ ഇതൊന്ന് ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ നമ്മളിത് നോക്കുക, ഇവിടെ sin x by എക്സിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ, നമ്മൾ എക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാമോ? sin x by എക്സിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയത്തില്ല. ഡയറക്റ്റ് ഫോർമുല ഒന്നുമില്ല. sin എക്സും 1/x ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ ഇതൊരിക്കലും തീരുകയില്ല. കാരണം sin എക്സിൻ്റെ ഡെറിവേറ്റീവും തീരുകയില്ല, 1/xൻ്റെ ഡെറിവേറ്റീവും തീരത്തില്ലാത്തത് കൊണ്ട് ഇതിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോകും. അപ്പോൾ നമുക്കത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട സാധനം കൂടെ നമ്മൾ നോക്കണം. എക്സ് വെച്ചിട്ടാണ് ആദ്യം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇൻ്റഗ്രേഷൻ ഇവിടെ പാടായിരിക്കും. അതുകൊണ്ട് y വെച്ചിട്ട് ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കണം. y വെച്ചിട്ടാണ് ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് yക്ക് വേരിയബിൾ ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, yക്ക് വേരിയബിൾ ലിമിറ്റ് കൊടുക്കാൻ വേണ്ടി ആദ്യം ഈ റീജിയൻ ഷെയ്ഡ് ചെയ്യണേ. ഇത് ഷെയ്ഡ് ചെയ്യുക, ഈ ട്രയാങ്കിൾ ഷെയ്ഡ് ചെയ്യുന്നു. എന്നിട്ട് ഒരു വെർട്ടിക്കൽ ലൈൻ റീജിയൻ്റെ അകത്തുകൂടെ റെഡ് ലൈനിൽ വരയ്ക്കുക. ഇത് റെഡ് കളറിൽ വരച്ചിട്ട് ഈ ഒരു പോയിൻറ്റും ഈ ഒരു പോയിൻറ്റും കൂടെ റെഡ് കളറിൽ തന്നെ മാർക്ക് ചെയ്യുക. ഇവിടെ y ഈക്വൽ ടു 0, ഇവിടെ y ഈക്വൽ ടു എക്സ്. y വേരീസ് ഫ്രം 0 to x. ഫിഗറിൽ അത് മാർക്ക് ചെയ്യണേ, എങ്കിലേ നമുക്ക് ചുമ്മാ റേഞ്ച് എഴുതാൻ പറ്റുള്ളൂ. ഈ ഒരു റെഡ് ലൈനിൽ ഇത് വരച്ചിട്ട് ഈ രണ്ട് പോയിൻറ്റുകളും അവിടെ y ഈക്വൽ ടു 0, y ഈക്വൽ ടു എക്സ് ആണ്. എക്സ് വേരീസ് ഫ്രം, എന്നിട്ട് ഈ ലെഫ്റ്റ് മോസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്, റൈറ്റ് മോസ്റ്റ് പോർഷൻ ഇതാണ്. അതിനെ ഒരു ഗ്രീൻ കളറിലൊന്നും ഒരു ഷെയ്ഡ് ചെയ്യുക. ഈ രണ്ട് ലൈന് ഗ്രീൻ കളറിൽ, ഇത് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 1, എക്സ് വേരീസ് ഫ്രം 0 to 1. Therefore, double integral over r sin x by x dA is equal to എക്സിന് കോൺസ്റ്റൻറ്റ് ലിമിറ്റ്, വൈക്ക് വേരിയബിൾ ലിമിറ്റ്, sin x by x dy dx. sin x by x y വെച്ച് ചെയ്യുമ്പം കോൺസ്റ്റൻ്റ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 sin x by x ഇൻറ്റു y, റേഞ്ച്
0 to x വരും, dx എന്ന് വരും. ഇൻ്റഗ്രൽ 0 to 1 sin x by x, വൈക്ക് ലിമിറ്റ് sin x by x കോൺസ്റ്റൻ്റാണ്, വൈക്ക് ലിമിറ്റ് കൊടുക്കുമ്പം x മൈനസ് 0, അപ്പോൾ അത് x dx എന്ന് വരും. അപ്പോൾ ഈ എക്സും ക്യാൻസൽ ചെയ്ത് പോയി, മിച്ചം എന്താ, ഇൻ്റഗ്രൽ 0 to 1 sin x dx എന്ന് വരും. ഇനി ഇൻ്റഗ്രൽ ഓഫ് sin x എന്ന് പറയുന്നത് എന്താണ്, മൈനസ് കോസ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് മൈനസ് കോസ് എക്സ് റേഞ്ച് 0 to 1 വരും. മൈനസ് പുറത്തെടുത്താൽ കോസ് 1 മൈനസ് കോസ് 0 എന്ന് വരും, കോസ് 1 മൈനസ് കോസ് 0. അപ്പോൾ അത് മൈനസ് ഓഫ് കോസ് 1, കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്, കോസ് 1 മൈനസ് 1 ആണ്, മൈനസ് അകത്തോട്ട് കയറ്റുമ്പം 1 മൈനസ് കോസ് 1. അത് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ നിർത്താം, 1 മൈനസ് കോസ് 1 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സൈൻ എക്സ് ബൈ എക്സ് നമ്മൾ ആദ്യം എക്സ് വെച്ചിട്ടാണ് ചെയ്തിരുന്നതെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ വളരെ ബുദ്ധിമുട്ട് വന്നേനെ. പക്ഷേ നമ്മൾ വൈ വെച്ച് ചെയ്തപ്പം ഈ ഡിനോമിനേറ്ററിലെ എക്സ് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, ഏത് വെച്ചിട്ട് ആദ്യം ചെയ്യുന്നതായിരിക്കും നമുക്ക് എളുപ്പം. അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ വൈക്ക് വേരിയബിൾ ലിമിറ്റ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് ചെയ്യാൻ പറ്റിയത്. എക്സിനാണ് നമ്മൾ വേരിയബിൾ ലിമിറ്റ് കൊടുത്തതെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് സ്റ്റക്കായിപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചു വേണം അതുകൊണ്ട് നമ്മൾ ലിമിറ്റ് ചൂസ് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, sketch the region of integration. Sketch the region of integration for the integral integral 0 to 2 integral x square to 2x. Sketch the region of integration for the integral 0 to 2 integral x square to 2x 4x plus 2 dy dx. Sketch the region of integration for the integral 0 to 2 integral x square to 2x 4x plus 2 dy dx and write an equivalent integral with the order of integration reversed. And write an equivalent integral with the order of integration reversed. With the order of integration reversed. Sketch the region of integration for the integral 0 to 2 integral x square to 2x 4x plus 2 dy dx and write an equivalent integral with the order of integration reversed and find the value of the integral. അപ്പോൾ ഈ റീജിയൺ ഓഫ് ഇൻ്റഗ്രേഷൻ സ്കെച്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം റീജിയൺ ഓഫ് ഇൻ്റഗ്രേഷൻ സ്കെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിൻ്റെയും വൈയുടെയും ലിമിറ്റ് എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇൻ്റഗ്രൽ 0 to 2 ഇൻ്റഗ്രൽ x square to 2x dy dx എന്ന് പറയുമ്പം y വേരീസ് ഫ്രം x square to 2x ആണെന്നുള്ളത് ക്ലിയർ അല്ലേ. y എന്ന് പറയുന്നത് x square തൊട്ട് 2x വരെ, കാരണം dy യുടെ റേഞ്ചാണ് x square to 2x. എക്സിൻ്റെ റേഞ്ച് 0 to 2 ആണ്. അത് ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. The region of integration is given by ഇത് എഴുതിയാലും മതി. The region of integration is given by x square less than or equal to y less than or equal to 2x 0 less than or equal to x less than or equal to 2. The region of integration is x square less than y യുടെ റേഞ്ച് x square to 2x ആണ്. അതുകൊണ്ട് x square less than or equal to y less than or equal to 2x. x 0 തൊട്ട് 2 വരെ ആയതുകൊണ്ട് x varies from 0 to 2. ഓക്കെ, ഇനി ഇത് സ്കെച്ച് ചെയ്യണം. അപ്പം നമുക്ക് y ഈക്വൽ ടു 2x എന്നുള്ള കർവും ഇത് നമ്മൾ എക്സ് നമുക്ക് എക്സിന് ലിമിറ്റ് കാണാൻ വേണ്ടിയാണ്. x 0 തൊട്ട് 2 വരെയാണ്. അപ്പം നമ്മൾ ഒരു ഫസ്റ്റ് എക്സ് ആക്സിൽ 1 2 മാർക്ക് ചെയ്ത x 0 തൊട്ട് 2 വരെ നമ്മളുള്ളൂ.
എക്സ് 2 വരും. നമ്മൾ y ഈക്വൽ ടു 2x എന്ന് പറയുന്ന ഒരു ലൈനാണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എക്സ് 2 വരുമ്പം y 4 ആണ്. അപ്പോൾ 2 4 എന്നുള്ള പോയിന്റ്. എക്സ് 1 വരുമ്പം ഇത് 1. എക്സ് 1 വരുമ്പം y 2. ഇതാണ് നമ്മുടെ ലൈൻ വരുന്നത്. y ഈക്വൽ ടു 2x. ഇനി y ഈക്വൽ ടു എക്സ് സ്ക്വയർ നോക്കണം. y ഈക്വൽ ടു എക്സ് സ്ക്വയർ നമ്മൾ വരച്ച് നോക്കിയാൽ എക്സ് 0 വരുമ്പം y 0, എക്സ് 1 വരുമ്പം y 1, എക്സ് 2 വരുമ്പം y 4. അപ്പോൾ 0 1 ഇതിങ്ങനെ പോകും. y ഈക്വൽ ടു എക്സ് സ്ക്വയർ, y ഈക്വൽ ടു 2x. ഇത് ലൈന്, ഇത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ സ്കെച്ച് ദ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പം y ഈക്വൽ ടു 2x, y ഈക്വൽ ടു എക്സ് സ്ക്വയർ. നമുക്ക് ആ എക്സ് 0 തൊട്ട് 2 വരെ ആകുമ്പം ഈ ഒരു ഇവിടം വരെയുള്ള പോർഷൻസ് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഈ റീജിയൻ, ഇതിൻ്റെ ഇടയ്ക്കത്തെ ഈ ഒരു പോർഷൻ സ്കെച്ച് ചെയ്യുക, ഷെയ്ഡ് ചെയ്യണം, എങ്കിലേ നമ്മുടെ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. ഫസ്റ്റ് പാർട്ട് തീരും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ y ഈക്വൽ ടു 2x, y ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ y ഈക്വൽ ടു 2x ഇത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ. അത് മാർക്ക് ചെയ്യുകയും കൂടെ ചെയ്യണേ. നമ്മൾ കേർവുകൾ എപ്പോഴും ആ ഫിഗറിൻ്റെ കൂടെ തന്നെ മാർക്ക് ചെയ്ത് പോകണം. അപ്പോൾ സ്കെച്ചിങ് തീർന്നു. റൈറ്റ് ആൻഡ് ഇക്വലൻറ്റ് ഇൻ്റഗ്രൽ വിത്ത് ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ റിവേഴ്സ്ഡ്. അപ്പോൾ ഇവിടെ വൈക്ക് വേരിയബിൾ ലിമിറ്റ് ആയിരുന്നു. ഇനി നമുക്ക് എക്സിന് വേരിയബിൾ ലിമിറ്റ്, ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ റിവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, എക്സിന് വേരിയബിൾ ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ സ്കെച്ചിങ് തീർന്നു. ഇനി നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ ഓർഡർ തിരിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് തന്നിരുന്നത് എന്തായിരുന്നു, വൈക്ക് വേരിയബിൾ ലിമിറ്റ്. ഇനി അപ്പോൾ എക്സിന് വേരിയബിൾ ലിമിറ്റ് വേണം. അപ്പോൾ നമ്മൾ റീജിയൻ്റെ അകത്തോടെ ഒരു ലൈൻ വരച്ചു. ആ ലൈന് റെഡ് ലൈൻ വരയ്ക്കണേ, ഇവിടെയും. അപ്പോൾ നമ്മൾ പെൻസിൽ വെച്ചിട്ടാണ് റീജിയൻ ഷെയ്ഡ് ചെയ്തേക്കുന്നത്. റീജിയൻ്റെ അകത്തുകൂടെ നമ്മളൊരു ലൈൻ വരച്ചു. ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്താണ്, ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് y/2. ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു റൂട്ട് വൈയു അല്ലേ വന്നേക്കുന്നത്. y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആകുമ്പോൾ എക്സ് ഈക്വൽ ടു റൂട്ട് വൈ, y ഈക്വൽ ടു 2x ആകുമ്പം എക്സ് ഈക്വൽ ടു y/2. Therefore എക്സ് വേരീസ് ഫ്രം y/2 ടു റൂട്ട് വൈ. ഇനി വൈയുടെ റേഞ്ച് നമുക്ക് വേണം. ഈ ഹൊറിസോണ്ടൽ ലൈന് നമ്മൾ റീജിയണൽ ബോട്ടം മോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, അത് y ഈക്വൽ ടു 0. ഇനി റീജിയണൽ ടോപ്പ് മോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പോയിൻ്റാണ്. ഈ ഒരു പോയിന്റിൽ വൈയുടെ വാല്യൂ 4. അപ്പം ഈ രണ്ട് ലൈന് y ഈക്വൽ ടു 4 എന്നുള്ളതും y ഈക്വൽ ടു 0 എന്നുള്ളതും വേറൊരു കളർ വെച്ച് മാർക്ക് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു റെഡ് കളറിൽ, ഇത് രണ്ടും മാർക്ക് ചെയ്തു. ഇവിടുത്തെ വൈയുടെ വാല്യൂ എക്സിൻ്റെ വാല്യൂ y/2, ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ റൂട്ട് വൈ മാർക്ക് ചെയ്തു. ഇനി ഈ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്യുന്നത് y ഈക്വൽ ടു 0യും y ഈക്വൽ ടു 4ഉം. y വേരീസ് ഫ്രം 0 ടു 4. Therefore ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ മാറിയിട്ടുള്ളതെന്ന് പറയുന്നത് the integral is integral 0 to 4 integral y/2 to root y. ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് 4x + 2. അപ്പോൾ ആദ്യം എന്ത് വരും, dx dy. കാരണം എക്സിനാണ് വേരിയബിൾ ലിമിറ്റ് വന്നേക്കുന്നത്. വേരിയബിൾ ലിമിറ്റ് വരുന്ന ഏതാണോ അത് വേണം ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇൻ്റഗ്രൽ 0 to 4x² + 2x റേഞ്ച് y/2 ടു റൂട്ട് വൈ dy വരും. അപ്പോൾ അത് ഇൻ്റഗ്രൽ 0 to 4, 4ഉം 2ഉം കൂടെ പോകുമ്പോൾ 2x² എന്ന് പറയുമ്പോൾ റൂട്ട് y², അപ്പോൾ 2y + 2 റൂട്ട് വൈ. ഇതാണ് അപ്പർ ലിമിറ്റ്. റൂട്ട് y² എന്ന് പറയുമ്പം y, അപ്പോൾ 2y + 2 റൂട്ട് വൈ മൈനസ് ഇവിടെ 2 ഇൻറ്റു y/2 സ്ക്വയർ എന്ന് പറയുമ്പോൾ y²/4 പ്ലസ് 2 ഇൻറ്റു y/2 എന്ന് പറയുമ്പം y, 2 ഇൻറ്റു y/2 y
dy വരും, which is equal to integral 0 to 4 2y plus 2 root y minus y square by 2 minus y dy. 2y plus 2 root y minus y square by 2 minus y. Which is equal to 2y യും y യും കൂടെ പോകുമ്പോൾ y plus 2 root y minus y square by 2 റേഞ്ച് 0 to 4 വരും. 2y യും y യും കൂടെ y ആയി 2 root y minus y square by 2 which is equal to dy വെച്ചിട്ട് നമ്മൾ y വെച്ച് ചെയ്യണം. അപ്പം y square by 2 plus 2 into y raised to half എന്ന് പറയുമ്പോൾ y raised to half plus 1 y raised to 3 by 2 divided by 3 by 2 minus 1 by 2 into y cube by 3 range 0 to 4 വരും. അപ്പോൾ അത് 4 square by 2 പ്ലസ് ഈ 3 by 2നെ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ 2 by 3 അപ്പോൾ 2 into 2 by 3 4 raised to 3 by 2 മൈനസ് 1 by 6 4 ക്യൂബ്. ലോവർ ലിമിറ്റ് എപ്പോഴും 0 ആണ്, എല്ലാ വാല്യൂസും 0 ആണ്. അപ്പോൾ 4 square by 2 8 4 by 3 ഇൻറ്റു 4 raised to 3 by 2 എന്ന് പറയുമ്പോൾ 2 ക്യൂബാണ്. അപ്പോൾ 8 4 into 8 മൈനസ് 4 ക്യൂബിൻ്റെ അകത്തുനിന്ന് ഒരു 2 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പം 4 ക്യൂബ് എന്ന് പറയുമ്പം 4 into 4 16 into 4 64 ആണ്. അതിൽ നിന്ന് 2 പോകും. അപ്പം 32 by 3. അപ്പം 8 plus 32 by 3 minus 32 by 3 ആൻസർ 8 എന്ന് വരും.